മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ നിരക്കുകളിൽ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വ്യാപാരം ചെയ്യപ്പെടുന്ന ക്രൂഡ് ഓയിൽ കോൺട്രാക്റ്റുകളായ ബ്രെന്റ് ക്രൂഡ്, WTI ക്രൂഡ് എന്നിവയുടെ വിപണി വില യഥാക്രമം $90, $85 നിലവാരം മറികടന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വർദ്ധിക്കുമ്പോൾ നേട്ടം കൊയ്യാൻ സാധ്യതയുള്ള 5 ഇന്ത്യൻ ഓഹരികൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമതായി ONGC. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് ഉൽപ്പാദകരാണ് പൊതുമേഖലാ സ്ഥാപനം കൂടിയായ ONGC. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയും കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയും തമ്മിൽ ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. വിദേശ രാജ്യങ്ങളിലുള്ള ഓയിൽ ബ്ലോക്കുകളിൽ നിന്നുള്ള ഉൽപ്പാദന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ONGC വിദേശ് ലിമിറ്റഡാണ് കമ്പനിയുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഉൽപ്പാദനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത്. ഇക്കാരണം കൊണ്ട് തന്നെ WTI ക്രൂഡ് ഓയിൽ വില ONGCയെ സംബന്ധിച്ച് ഏറെ നിർണായകവുമാണ്. ക്രൂഡ് ഓയിൽ വില ഉയരുന്നത് കമ്പനിയുടെ വരുമാനത്തെയും അതിലൂടെ പ്രോഫിറ്റബിലിറ്റിയും ഉയർത്തുന്നു. നിലവിൽ $225 നിലവാരത്തിലാണ് ONGC ഓഹരികൾ വ്യാപാരം ചെയ്യപ്പെടുന്നത്. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്. ദേശീയ തലസ്ഥാന നഗരിയായ ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലേക്കുമുള്ള സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന പൊതുമേഖലാ കമ്പനിയാണ് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ്. കൂടുതൽ കാലയളവിലേക്ക് ക്രൂഡ് ഓയിൽ നിരക്കുകൾ ഉയർന്ന നിലവാരത്തിൽ തുടരുകയാണെങ്കിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുവാനും അതുവഴി സാമ്പത്തിക ലാഭം നോക്കിയും പരിസ്ഥിതി സൗഹൃദ ഇന്ധനം എന്ന നിലയിലും ആളുകൾ CNGയിലേക്ക് ചുവടുവെക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ $436 നിലവാരത്തിലാണ് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ഓഹരിയുടെ വ്യാപാരം നടക്കുന്നത്. ഓയിൽ ഇന്ത്യ. ക്രൂഡ് ഓയിലിൻ്റെയും നാച്ചുറൽ ഗ്യാസിൻ്റെയും പര്യവേഷണം, വികസനം, ഉൽപ്പാദനം തുടങ്ങിയ മേഖലകളിലും ക്രൂഡ് ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ, LPG ഉൽപ്പാദനത്തിലും ഒക്കെ ശ്രദ്ധയൂന്നിയിരിക്കുന്ന പൊതുമേഖലാ കമ്പനിയാണ് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്. അതുകൊണ്ട് തന്നെ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയരുന്നത് ഓയിൽ ഇന്ത്യക്കും ഗുണകരമാണ്. കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ മെച്ചപ്പെടാൻ ഉപകരിക്കുമെന്ന് സാരം. നിലവിൽ $600 നിലവാരത്തിലാണ് ഓയിൽ ഇന്ത്യ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. പെട്രോനെറ്റ് LNG. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിൻ്റെ അഥവാ LPGയുടെ ഇറക്കുമതിയും റീഗ്യാസിഫിക്കേഷൻ ടെർമിനൽ എന്നിവയുടെ വികസനം, ഡിസൈനിങ്, നിർമ്മാണത്തിനുമൊക്കെ മേൽനോട്ടം വഹിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് പെട്രോനെറ്റ് LNG ലിമിറ്റഡ്. രാജ്യാന്തര വിപണിയിലെ ക്രൂഡ് ഓയിൽ വില നീങ്ങുന്നതിൻ്റെ അതേ ദിശയിലേക്കാണ് പൊതുവെ LNGയുടെ വിലയിലും മാറ്റം രേഖപ്പെടുത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ വില ഉയരുന്നത് കമ്പനിയുടെ പ്രവർത്തന ലാഭത്തിലും വർധന സമ്മാനിക്കുമെന്ന് സാരം. കൂടാതെ ക്രൂഡ് ഓയിൽ വില ഉയരുന്നത് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ അഥവാ LNGയുടെ വിൽപ്പനയെ ഉയർത്തുന്നു. ഇതും കമ്പനിക്ക് ഗുണകരമാണ്. എഞ്ചിനീയേഴ്സ് ഇന്ത്യ. എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി, EPC സേവനങ്ങൾ, വിവിധ വ്യവസായ മേഖലകളിൽ ടേൺകി കോൺട്രാക്റ്റുകൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നതുമായ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്. ക്രൂഡ് ഓയിലിൻ്റെയും വിവിധതരം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും ട്രാൻസ്പോർട്ടിന് വേണ്ടി വളരെ ദീർഘമേറിയ രാജ്യാന്തര, സമുദ്രാന്തര പൈപ്പ് ലൈനുകൾ നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള കമ്പനിയുമാണ്. അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ സെക്ടറിൽ മെച്ചപ്പെടുന്നത് കമ്പനിക്ക് ഗുണകരമാകും. കഴിഞ്ഞ ദിവസം $205 എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഓഹരിയുടെ ക്ലോസിംഗ്. ഡിസ്ക്ലെയിമർ. മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യത്വം പങ്കുവച്ചതാണ്. ഇത് നിക്ഷേപത്തിനായുള്ള ശുപാർശയല്ല. ഓഹരികളിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് SEBI അംഗീകൃത സാമ്പത്തിക വിദഗ്ധരിൽ നിന്നും നിങ്ങൾക്ക് മാർഗനിർദ്ദേശം തേടാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.